നമസ്കാരം, ഞാൻ സൗമ്യ അജിത്. ഇന്നത്തെ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസും അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ നോക്കുന്നത് ഡിഡക്ഷൻ ഓഫ് ഫോമുല, അതായത് ഇങ്ങനെ എം എക്സ് എ ബി എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫോമുല ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. Compound of M and X atoms have cubic unit cell. M atoms at the corners and the body center. ഈ തന്നേക്കുന്ന ഹിന്ദിന്ന് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. M atoms at the corners and the body center. X atom at the face centered position. അപ്പോൾ നിങ്ങൾ നോക്കുക, M atom എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? All the corners and the body center. So number of atom BCC ആണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ number of atom 2 വരും. Then Xന്റെ പ്രത്യേകത എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ആറ്റംസ് അറ്റ് ഫേസ് സെൻറ്റേർഡ് പൊസിഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. FCC എന്ന് പറഞ്ഞിട്ടില്ല, ഫേസ് സെൻറ്റേർഡ് പൊസിഷൻ. ഫേസ് സെൻറ്റേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യൂബിന് 6 ഫേസാണ് ഉണ്ടായിരുന്നത് അല്ലേ? അത് 2 വെച്ച് ഷെയർ ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം എത്ര ആറ്റംസ് ഉണ്ടാകും? 3 ആറ്റംസ്. സോ അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര വരും? 3. അപ്പോൾ നമുക്ക് ഫോമുല ഡിഡക്ട് ചെയ്യാൻ എളുപ്പമാണ്. M2X3. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. Compound of M and X atoms have cubic unit cell. M atom at the corners and the body center. That is BCC. അതുകൊണ്ട് 2 കൊടുത്തു. X എവിടെയാണെന്ന് പറഞ്ഞേക്കുന്നത്? അറ്റ് ഫേസ് സെൻറ്റേർഡ് പൊസിഷനെ പറഞ്ഞിട്ടുള്ളൂ. ഫേസ് സെൻറ്റേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫേസിലും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഷെയർ ചെയ്ത് പോയി കഴിയുമ്പോൾ 3 വരത്തുള്ളൂ. അതുകൊണ്ടാണ് M2X3. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ് ആറ്റം അറ്റ് FCC എന്നോ അല്ലെങ്കിൽ ഇത് കണ്ടോ എം തന്നിരുന്ന പോലെ കോർണേഴ്സ് ആൻഡ് ദ ഫേസ് സെൻറ്റർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? എം അതുപോലെ തന്നെ കേട്ടോ, M2 തന്നെ. എക്സ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? FCC ആകുമ്പോൾ നമ്മൾ എപ്പോഴും എത്ര എടുക്കുക? 4. അപ്പോൾ നമ്മുടെ ഫോമുല എങ്ങനെ വന്നേനെ? M2X4. M2X4നെ നമുക്ക് റേഷ്യോ പ്രകാരം ഒന്നും കൂടെ ഷോർട്ടാക്കി എങ്ങനെ എഴുതാം? MX2 എന്ന് വന്നേനെ. ക്ലിയർ ആണോ? നമ്മൾ നോക്കുക, കോമ്പൗണ്ട് ഫോംഡ് വൈ എക്സ് ആൻഡ് വൈ ആറ്റം. എക്സും വൈയും കൊണ്ടാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. Y make FCC. Y make FCC എന്ന് പറയുമ്പോൾ Y4 ആണ്. X occupy all the octahedral void എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, X occupy all the octahedral void എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, X എന്ന് പറയുന്നത് എന്താണ്? octahedral void എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? X octahedral void ആണ്. വേറെ ഹിന്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? അതും എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടെ പറയാം. FCC ആണ് Y എന്ന് പറഞ്ഞു, അതുകൊണ്ട് 4 എടുത്തു. എക്സ് ഒക്ടാഹെഡ്രൽ വോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവിടെ വേറെ ഹിന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എക്സ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അവിടെ എത്ര തന്നെ എടുക്കണം? നമ്പർ ഈസ് ഈക്വൽ ടു 4. ദെൻ നമുക്ക് എത്ര വരും? ഫോമുല ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഡക്ട് ചെയ്ത് തരുന്നത് എക്സ് വൈ. സോ രണ്ടും 4 ആയതുകൊണ്ട് 1:1 ദാറ്റ് ഈസ് XY എന്ന് വരും. ദെൻ സെയിം ക്വസ്റ്റ്യൻ എക്സ് ഓക്യുപ്പൈ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വന്നിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യണം? വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ആദ്യം ഒക്ടാഹെഡ്രൽ വോയിഡ് വന്നപ്പോൾ 4 എടുത്തു. ദെൻ ടെട്രാഹെഡ്രൽ വോയിഡ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന്? സെയിം തന്നെ കേട്ടോ. വൈ മേക്ക് FCC ആയതുകൊണ്ട് 4. ഓക്കെ, എക്സ് ഏത് വോയിഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ്റെ എയും ബിയും ആയിട്ടൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? എക്സ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നല്ലേ പറഞ്ഞത്? ഒക്ടാഹെഡ്രൽ വോയിഡ് N ഈസ് ഈക്വൽ ടു എന്താണ്? 4 എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഒക്ടാഹെഡ്രൽ വോയിഡ് അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട് ഒക്ടാഹെഡ്രൽ വോയിഡും ടെട്രാഹെഡ്രൽ വോയിഡും തമ്മിലുള്ള റിലേഷൻ എന്താ? ഒക്ടാഹെഡ്രൽ വോയിഡ് N ആണെങ്കിൽ, ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് N ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് എത്രയായിരിക്കും എന്നാണ് പഠിക്കുന്നത്? 2N ആയിരിക്കും എന്നാണ് പഠിക്കുന്നത്. ഇതൊന്നും ഓർത്തിരിക്കണേ. ഒക്ടാഹെഡ്രൽ വോയിഡ് N ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് എത്രയായിരിക്കും? 2N ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒക്ടാഹെഡ്രൽ വോയിഡ് നമുക്കറിയാം എത്രയായിരുന്നു? 4 ആയിരുന്നു. അപ്പോൾ ഇവിടെ ടെട്രാഹെഡ്രൽ വോയിഡ് എത്ര വരും? 8. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ, 8. അപ്പോൾ നമ്മുടെ ഫോമുല എങ്ങനെ ഡിഡക്ട് ചെയ്യണം? ടെട്രാഹെഡ്രൽ വോയിഡ് 8 ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ വരും? X8Y4 എന്ന് വരും. X8Y4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ആക്കാമല്ലോ. അപ്പോൾ എങ്ങനെ വരും? X2Y. ക്ലിയർ ആണോ എന്ന് നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ടായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കുക, എന്താണ്? എക്സ് അല്ല YFCC. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. എക്സ് ഓക്യുപ്പൈ ഓൾ ദി ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഹിൻഡും ഇല്ല. അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എത്ര തന്നെയായിരിക്കും? ആ തന്നിരിക്കുന്ന വൈയുടെ എണ്ണം തന്നെ. സോ ദാറ്റ് ഈസ് XY എന്ന് കിട്ടി. ഇനി അതിനകത്ത് ടെട്രാഹെഡ്രൽ വോയിഡ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന മീൻസ് എക്സ് ഓക്യുപ്പൈ ഓൾ ദി ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പം FCC ഹിൻഡ് തന്നേക്കുന്നതുകൊണ്ട് സെയിം എടുത്തു. ദെൻ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എന്താണ്? 2N.
ഒക്ടാഹെഡ്രൽ വോയിഡ് n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് 2n ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്ര എടുത്തത്? 2n. 2 × 4 ദാറ്റ് ഈസ് 8. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു FCC അല്ലെങ്കിൽ ഒരു BCC ക്രിസ്റ്റൽ തന്നു, എക്സ് ഒക്യുപ്പൈ ഓക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ തന്നിരിക്കുന്ന ആറ്റത്തിൻ്റെ നമ്പർ തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോണം? 2n എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. എ കോമ്പൗണ്ട് AXBY ഹാസ് ക്യൂബിക് സ്ട്രക്ചർ. A occupy all the corners and FCC position. B occupy 4 tetrahedral void. അവർ തന്നെ ഹിന്റ് തന്നിട്ടുണ്ട് അല്ലേ? എ എവിടെ ഒക്യുപ്പൈ ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? എ ഒക്യുപ്പൈ ചെയ്തേക്കുന്നത് ഓൾ ദി കോർണേഴ്സ് ആൻഡ് ദ FCC പൊസിഷൻ. ദാറ്റ് ഈസ് എയുടെ നമ്പർ അവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4. ദെൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബി ഒക്യുപ്പൈ 4 ടെട്രാഹെഡ്രൽ വോയിഡ്സ്. 4 ടെട്രാഹെഡ്രൽ വോയിഡ്സിലേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബി വൈയുടെ എണ്ണം എത്രയായിരിക്കും? 4. സോ അപ്പോൾ നമുക്ക് ഫോമുല എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? AXBY is equal to A4 B4. Then AB എന്നായിരിക്കും ഫോമുല. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4. വൈയുടെ വാല്യൂ 4. സോ ദാറ്റ് ഈസ് 4:4 എന്നായതുകൊണ്ടാണ് AB എന്ന് വന്നത്. ക്ലിയർ ആണോ? അതിൻ്റെ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട് ഓഫ് AB. വെൻ B ഫോംസ് HCP, A occupy 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ B ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്? HCP. B HCP എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. ഏതാണ്? ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ് HCPയിൽ വരുന്നത്. HCPയിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് 6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ബി HCP ആണ് തന്നിട്ടുണ്ട്. HCP നമ്മൾ മനസ്സിലാക്കി ഏത് വോയിഡാണ്? HCPയിലുള്ളത് ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. അവിടുത്തെ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എ തന്നിട്ടുണ്ട്. എ ഒക്യുപ്പൈ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്നാണ്. ഈ ഒക്ടാഹെഡ്രൽ വോയിഡിനെ നമ്മൾ എപ്പോഴും N6 എന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ടെട്രാഹെഡ്രൽ വോയിഡ് ആകുമ്പം എന്താ എടുക്കേണ്ടത്? 2n ആണ് അല്ലേ? 2n ഈസ് ഈക്വൽ ടു 6 × 2. അപ്പോൾ എത്ര വരും? 12 വരും. ഇനി എയുടെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? എ ഒക്യുപ്പൈ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഒക്ടാഹെഡ്രൽ വോയിഡ് 6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ബി HCP ആണ്, ഒക്ടാഹെഡ്രൽ വോയിഡ് ആയതുകൊണ്ട് 6 എന്ന് എഴുതി. ദെൻ അവിടുന്ന് തന്നെ ടെട്രാഹെഡ്രൽ വോയിഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഒക്ടാഹെഡ്രൽ വോയിഡ് ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ 2n. ഇതാണ് ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം. അത് 12 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എ എത്ര എഴുതാം? 2/3 ഓഫ് 12 അല്ലേ? 2/3 ഓഫ് 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? ഇവിടെ വെട്ടിയിട്ട് 4 വന്നു. 4 × 2 എന്ന് പറഞ്ഞാൽ 8 വന്നു. സോ എ 8ഉം ബി നമുക്ക് എത്ര കിട്ടി? 6ഉം കിട്ടി. ഇത് അത്ര 8 6 എന്നുള്ളതിന് നമുക്ക് ഒന്നും കൂടെ ഷോർട്ടാക്കി എങ്ങനെ എഴുതാം? A4 B3. ഒന്നും കൂടെ നോക്കുക. ഫൈൻഡ് ദ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട് AB വെൻ B ഫോംസ് HCP. ഇതിലാണ് ഹിന്റ് ഇരിക്കുന്നത്. ബി ഫോംസ് HCP എന്ന് പറഞ്ഞാൽ അത് ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ. അതിലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം 6. ദെൻ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ 6 × 2 12 എന്ന് എടുത്തു. ദെൻ എ ഒക്യുപ്പൈ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ ദാറ്റ് ഈസ് 2/3 ഓഫ് 12 കൊടുത്തു. അതിൽ നിന്ന് A4 B3 നമ്മൾ ഡിഡക്ട് ചെയ്തെടുത്തു. ക്ലിയർ ആണോ? ക്യൂബിക് സോളിഡ് മെയ്ഡ് ഓഫ് 2 elements XY. Y അറ്റ് ദി കോർണേഴ്സ്, അതുപോലെ തന്നെ എക്സ് അറ്റ് ദ ബോഡി സെന്റർ. വൈ അറ്റ് ദി കോർണേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റം എത്രയാണ്? 1. എക്സ് അറ്റ് ബോഡി സെന്റർ, എക്സ് എവിടെ മാത്രമാണ്? ബോഡി സെന്റർ. സോ ഫോമുല എന്ത് വരും? XY. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമ്പൗണ്ട് ഫോംഡ് ബൈ M and N form CCP atom and atoms of M occupy 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കാം. നേരത്തെ നമുക്ക് HCP എന്ന് പറഞ്ഞ പോലെ N ഇവിടെ എത്ര ഏതിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? CCP. ഓക്കെ, N ഫോം CCP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം കേട്ടോ. N എന്ന് പറയുന്നത്, അതായത് N ഫോം CCP, HCP എന്ന് പറഞ്ഞപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം നമ്മൾ 6 ആണെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. N ഫോം CCP എന്ന് പറഞ്ഞാൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. അവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ദെൻ M ഒക്യുപ്പൈ എവിടെയാണെന്ന് പറഞ്ഞേക്കുന്നത്? 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. M ഒക്യുപ്പൈ 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ടെട്രാഹെഡ്രൽ വോയിഡിനെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ്? 2n എന്നാണ് എടുക്കുക. 2n. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കണം? ഇവിടെ 1/3 ഇൻറ്റു എന്തെടുക്കണം? 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് n ഈസ് ഈക്വൽ ടു 1ഉം M ഈസ് ഈക്വൽ ടു 2/3 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എഴുതാം. M:2n എന്നുള്ള ഫോമിലല്ലേ എഴുതണ്ടേ? M:1 എന്ന് പറയുമ്പോൾ M എത്രയാണ്? 2/3. ദാറ്റ് ഈസ് ഇവിടെ 2/3 ഈസ്റ്റ് ഇവിടെ 1ഉം വരും.
ഇത് റേഷ്യോ കറക്റ്റ് അല്ല. റേഷ്യോ കറക്റ്റ് ആക്കാനായിട്ട് ഈ 3 എങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് M2N3. M2N3 നോക്കിക്കോളുക. എമ്മും എന്നും കൂടെ ആയിരുന്നു. N ഫോം CCP എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്പർ ഓഫ് ആറ്റം 1 ആണ്. ദെൻ എമ്മിൻ്റെ 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്. സോ 2N ആണത്. 1/3 2 ടെട്രാഹെഡ്രൽ വോയിഡ് ആയതുകൊണ്ട് 2 എന്ന് കൊടുത്തു. ദെൻ 2/3 എന്ന് കിട്ടി. കാരണം N = ഇത് 2Nൻ്റെ കൺഫ്യൂഷൻ വരണ്ട. N = 1 ആണല്ലോ. അതാണ് 1 × 3 × 1 ആയതുകൊണ്ട് പിന്നെ എടുത്ത് എഴുതാൻ. അപ്പോൾ 2/3 എന്ന് കിട്ടി. ദെൻ എന്താണ് M2N3. അപ്പം മാക്സിമം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡിഡക്ഷൻ ഓഫ് ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഈ 8 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ 8 ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡിഡക്ഷൻ ഓഫ് ഫോർമുല എന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മാർക്ക് പോകില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഡിഡക്ഷൻ ഓഫ് ഫോർമുല പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡെൻസിറ്റി ഓഫ് ദി യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഇക്വേഷനാണ് ഡി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Z × M ഡിവൈഡഡ് ബൈ A³ × NA. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓർത്തിരിക്കുക, നമ്മുടെ ടൈപ്പ് ഓഫ് ആറ്റം BCC ആണെങ്കിൽ 2, FCC ആണെങ്കിൽ 4, സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ 1 എന്ന് പറഞ്ഞില്ലേ, അതാണ് Z. M എന്ന് പറഞ്ഞാൽ മാസ്, ദെൻ A³ എന്ന് പറഞ്ഞാൽ A എഡ്ജ് ലെങ്ത് ആണ്. അപ്പോൾ അതനുസരിച്ച് A³ എടുക്കണം. NA എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഡെൻസിറ്റി ഓഫ് ക്രോമിയം മെറ്റൽ തന്നിട്ടുണ്ട്. ഇഫ് എ യൂണിറ്റ് സെൽ ഹാസ് എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് Z ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്? Z. ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ Z കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ Z2 കിട്ടിയിട്ടുണ്ടെങ്കിൽ BCC ടൈപ്പ് ആണ്. 2 2നോട് സിമിലർ ആയിട്ടോ. 4 ആണ് കിട്ടുന്നതെങ്കിൽ അത് FCC ടൈപ്പ്, 4ന് സിമിലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ. 1 ആണെങ്കിലോ അത് സിമ്പിൾ ക്യൂബിന് സിമിലർ ആയിട്ടാണ് കിട്ടുന്നതെന്ന് അർത്ഥം. അപ്പോൾ അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ D = എന്താ തന്നിരിക്കുന്നത്? ZM A³ NA അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. Z ആണ് വേണ്ടത്. അപ്പോൾ Z-ൻ്റെ രൂപത്തിലേക്ക് ഞാൻ ഇക്വേഷൻ മാറ്റുവാണ്. Z = എങ്ങനെ നമ്മൾ ഇക്വേഷൻ മാറ്റുക? D × A³ × NA ഡിവൈഡഡ് ബൈ M. ദെൻ നമ്മുടെ ചോദ്യം നോക്കിയാൽ നമുക്കറിയാം അല്ലേ? D = ഡെൻസിറ്റി എത്ര തന്നേക്കുന്നത്? 7.2 അല്ലേ? 7.2 തന്നിട്ടുണ്ട്. അത്രയും ഗ്രാം സെൻറ്റിമീറ്റർ റേസ്റ്റ് -3 ഇൻറ്റു A³ എന്ന് പറഞ്ഞാൽ 289. പൈക്കോമീറ്ററിനെ നമ്മൾ എപ്പോഴും സെൻറ്റിമീറ്ററിലാക്കണം കേട്ടോ. അപ്പോൾ 10⁻⁻10 ആണ്. അപ്പോൾ അതേ (3) വരും. പിന്നെന്താ വേണ്ടത്? അവോഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ M. M എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 52. സോ 52. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. 7.2 ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു 289 ഇൻറ്റു 10⁻. എപ്പോഴും ഓർക്കണേ, പൈക്കോമീറ്ററിനാണ് നമ്മൾ എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെൻറ്റിമീറ്ററിൽ ഇട്ടിട്ട് ചെയ്യാവുള്ളൂ. സോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും സാധാരണ കുട്ടികൾ ചെയ്യുക. CBSE കുട്ടികൾക്ക് മാത്രമാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലാത്തുള്ളൂ. അപ്പോൾ സാധാരണ നിങ്ങൾ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 104.62 ഡിവൈഡഡ് ബൈ 52. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഏകദേശം 2.01 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ 2.01 എന്ന് പറഞ്ഞാൽ അത് ഏതിന് അപ്രോക്സിമേറ്റ് ആണ്? 2. സോ നമ്മുടെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ഏതാണ്? BCC. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിക്കേ. ഡെൻസിറ്റി ഓഫ് ക്രോമിയം മെറ്റൽ തന്നിട്ടുണ്ട്. യൂണിറ്റ് സെൽ ഹാസ് എഡ്ജ് ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്? ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. അപ്പോൾ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ Z വേണം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ Z ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. ലിഥിയം മെറ്റൽ ക്രിസ്റ്റൽ ഹാസ് BCC സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി. അപ്പോൾ BCC ടൈപ്പ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മോളാർ മാസും തന്നിട്ടുണ്ട്. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഓഫ് ലിഥിയം മെറ്റൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ്? D = ZM ഡിവൈഡഡ് ബൈ A³ ഇൻറ്റു NA. ഇതിൽ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാണ്? A³ ആണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് Z BCC എന്ന് പറയുമ്പോൾ അറിയാം 2 ആണ്. മോളാർ മാസ് അവർ തന്നിട്ടുണ്ട്. എത്ര തന്നേക്കുന്നത് നമുക്ക്? 6.94 അല്ലേ? ഡിവൈഡഡ് ബൈ ഇനി എത്രയാണ് അതിൻ്റെ എന്താ പറഞ്ഞേക്കുന്നത്? Z തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്. ഇനി നമുക്ക് A³ കണ്ടുപിടിക്കണം. അപ്പോൾ A³ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഡെൻസിറ്റി ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഡെൻസിറ്റി എത്രയാണ് വരിക?
0.53 ഇൻറ്റു നമുക്ക് എന്തും കൂടെ കൊടുക്കണം, അവോഗാഡ്രോ നമ്പർ 6.023 ഇൻറ്റു 10⁻23 എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ക്യൂബ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കിക്കോളുക. ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 13.88 ഡിവൈഡഡ് ബൈ എന്താ കിട്ടുക 3.19 ഇൻറ്റു ഈ 10⁻23 ഉണ്ടല്ലോ അതും കൂടെ വരും, ഇൻറ്റു 10⁻23 എന്ന് കിടക്കും മുകളിൽ. സോ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്നത് എ ക്യൂബ് ഈസ് ഈക്വൽ ടു, അതായത് വോളിയം ഈസ് ഈക്വൽ ടു 4.34 ഇൻറ്റു 10⁻23 സെൻറ്റിമീറ്റർ ക്യൂബ്. എ ക്യൂബാണ്, എ ക്യൂബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോളിയം. അപ്പം നിങ്ങൾ നോക്കുക, സെയിം ഇക്വേഷൻ ആണ്, ഡി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ എ ക്യൂബ് ഇൻറ്റു NA. ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ ഇസഡ് കണ്ടുപിടിക്കുന്ന ടൈപ്പിലെയാണ് നോക്കിയത്, ഇപ്പം എ ക്യൂബ് കണ്ടുപിടിക്കുന്ന ചോദ്യമാണ് നോക്കിയത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന അടുത്ത ചോദ്യം നോക്കാം. ആൻ എലമെന്റ് ഹാവിംഗ് BCC സ്ട്രക്ചർ. അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, BCC എന്ന് പറയുമ്പോൾ ഇസഡ് അറിയാം അല്ലേ. പിന്നെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് D ഈസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു NA. നേരത്തെ ചോദ്യത്തിൽ വോളിയം ആയിരുന്നു, ഇപ്പം A ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ക്യൂബ് ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം, ZM ഡിവൈഡഡ് ബൈ D ഇൻറ്റു NA അല്ല. Z എന്താണ്, BCC ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാം 2. M എത്രയാന്ന് തന്നിട്ടുണ്ട് 50 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി 6.81 ഇൻറ്റു എന്താണ് 6.023 ഇൻറ്റു 10⁻23 അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്യൂബ് ഈസ് ഈക്വൽ ടു കിട്ടാൻ പോകുന്നത് 2.43 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ഓക്കെ, ഇത് യൂഷ്വലി നിങ്ങൾക്ക് ഇതിപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്, എ ക്യൂബാണ് കിട്ടിയിരിക്കുന്നത്. മറന്നു പോരുത്, നമ്മൾ ഇവിടെ വെച്ച് ചെയ്ത് നിർത്തരുത്. നമ്മളോട് എഡ്ജ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എഡ്ജ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്കപ്പോൾ ഇതിനൊന്നും കൂടെ -23യുടെ ക്യൂബൊക്കെ എടുക്കാൻ പാടാം. അപ്പോൾ നമുക്കൊന്നും കൂടെ 24.3 ഇൻറ്റു എന്താണ്, അപ്പോൾ എത്ര വരും 10⁻24 എന്നാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 10⁻24ൻ്റെ ക്യൂബ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കുവാണെങ്കിൽ ആദ്യം എത്ര വരിക, ഇത് -24ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്, 10⁻8 ആണ്. ഓക്കെ, 10⁻8 ആണ് ക്യൂബ് റൂട്ട്. പിന്നെ പ്രശ്നമായിട്ട് കിടക്കുന്ന ഈ 24.3 ആണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവരുണ്ടാവും, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ല, ഇനി ലോഗരിതം ടേബിൾ വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ലെറ്റ് എ ക്യൂബെന്നോ എക്സ് ക്യൂബ് നീ എടുക്കുകയാണ് 24.3. മനസ്സിലായി കാണുമല്ലോ. ഈ 10⁻24 നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാൽക്കുലേറ്റർ ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. എക്സ് ക്യൂബ് 24.3 ആണ്. അപ്പോൾ നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യാം. 3 log x എന്നുള്ള രീതിയിലൊക്കെ ആക്കുക. അപ്പോൾ 3 log എത്ര വരും, 24.3 അല്ലേ. ഇനി 3 log ഇവിടെ നമുക്ക് എത്ര കിട്ടി, 24.3 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ എടുക്കണം 24.3. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും ലോഗരിതത്തിൽ. ദെൻ ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ലോഗരിതം ഇതിൻ്റെ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗ് 0.4618 എന്നൊരു വാല്യൂ കിട്ടും. 3 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിൻ്റെ നമുക്ക് ഒരിക്കലും ലോഗ് ഓഫ് ഈ വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. നമുക്കിത് ലോഗ് വേണ്ട, ലോഗിനെ കളയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റി ലോഗ് എടുക്കണം. ഓക്കെ, കാൽക്കുലേറ്ററിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ ലോഗരിതം ടേബിൾ വെച്ച് ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആൻറ്റി ലോഗരിതം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റി ലോഗ് എന്നുള്ള പേജ് എടുക്കുക, എന്നിട്ട് ഈ പറയുന്ന സംഖ്യയുടെ ആൻറ്റി ലോഗ് എടുക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ +1 എല്ലാവരും പഠിച്ചിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആൻറ്റി ലോഗ് എടുക്കുക ഇതിൻ്റെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.89 എന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതിന് ഒരു എഡ്ജ് ലെങ്ത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എ ക്യൂബ് വരെ കിട്ടുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ 10⁻23 കുറച്ചും കൂടി ചെയ്യാൻ പാടായതുകൊണ്ട് 10⁻24 ആക്കി. അതിൻ്റെ ക്യൂബ് റൂട്ട് 10⁻8, അത് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യുന്നവർക്ക് ക്യൂബ് റൂട്ട് ഒറ്റയടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എ ക്യൂബ് ഈസ് ഈക്വൽ ടു 24.3 എന്ന് എടുക്കുക, എന്നിട്ട് 3 log x ഈക്വൽ ടു എന്നുള്ള ഫോർമുല ഇട്ട് ചെയ്തു വരിക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട്
നമ്മുടെ ഇക്വേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ ഡെൻസിറ്റി ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ഇതുവരെ ചെയ്തില്ല. ഒന്ന് ചെയ്തു നോക്കാം. FCC, A crystallizes FCC, 208 gram of this element has number of atoms 4.283 into 10 raised to 24. Edge length 408 picometer. Calculate density. അപ്പോൾ ഡെൻസിറ്റിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇസഡ് FCC ആയതുകൊണ്ട് 4 വന്നു. മാസ് 208 ആണ്. A ക്യൂബ് എന്ന് പറയുന്നത് പൈക്കോമീറ്ററിലാണ്, അതിനെ നമ്മൾ സെന്റിമീറ്ററിലാക്കണം. അപ്പോൾ 408 റേസ് ടു 3, അതുപോലെ തന്നെ 10 റേസ് ടു -10 റേസ് ടു 3. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇവിടെ NA എന്ന് പറയുന്ന അവോഗാഡ്രോ നമ്പർ അല്ല, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എലമെന്റ് ഹാസ് ഇത്രയും ആറ്റംസ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ താഴേക്ക് എഴുതുവാണ്, ഇൻറ്റു 4.283 ഇൻറ്റു 10 റേസ് ടു 24 ആറ്റം. അവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതേ നമ്മൾ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് ഇത്രയും നമ്മൾ കാൽക്കുലേറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.86 ഗ്രാം സെന്റിമീറ്റർ റേസ് ടു -3 എന്ന് കിട്ടും. ഡെൻസിറ്റിയുടെ പ്രോബ്ലം ചെയ്തില്ല എന്ന് വേണ്ടാന്ന് ഓർത്തിട്ടാണ് ചെയ്യിച്ചത്. അപ്പോൾ അത് നോക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പർ ക്രിസ്റ്റലൈസസ് FCC ആൻഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് റേഡിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ, റേഡിയസ് എന്നാണ്. നമ്മൾ ആ FCC BCC ഒക്കെ പഠിച്ച സമയത്ത് ആ റേഡിയസിൻ്റെ ഇക്വേഷൻ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, മറന്നു പോകരുതെന്ന്. അപ്പോൾ FCCയുടെ റേഡിയസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? FCCയുടെ റേഡിയസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് 4R = √2a അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഡിയസിൻ്റെ ഇക്വേഷൻ എടുക്കാൻ പറ്റും അതിൽ നിന്ന്. റേഡിയസ് R എന്ന് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, a/2 √2 എന്നായിരുന്നു. a/2 √2 FCCയുടെ റേഡിയസിൻ്റെ ഇക്വേഷൻ a/2 √2 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് A അറിയില്ല. ചോദ്യത്തിൽ A തന്നിട്ടുണ്ടോ? ഡെൻസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ ഏതാണ്, മാസൊക്കെ തന്നിട്ടുണ്ട്. A അറിയില്ല. A തരാത്ത കൊണ്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? A കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് D = ZM A³/NA അല്ലേ? A³ × NA. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 4 ആണ് FCCയുടെ അല്ലേ? 63.5 ഡിവൈഡഡ് ബൈ അഗെയിൻ അവോഗാഡ്രോ നമ്പർ 6.023 ഇൻറ്റു 10 റേസ് ടു 23 ഇൻറ്റു A³ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാലും നമുക്ക് A കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ടല്ലോ. ഡെൻസിറ്റി എത്ര നമുക്ക് തന്നേക്കുന്നത്? 8 പോയിന്റ് ആണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂവും കൂടെ ഇട്ട് കൊടുക്കാം. ഡെൻസിറ്റി = 8.93. 8.93. സോ നമുക്ക് A³ A³ൻ്റെ വാല്യൂ കിട്ടും 4.7 ഇൻറ്റു 10 റേസ് ടു -23. ഓക്കെ, A³ കിട്ടി. ഇനി ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ 10 റേസ് ടു -23 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ A³ 4.72 ആണ് കേട്ടോ. 472 ഇൻറ്റു 10 റേസ് ടു -23. 10 റേസ് ടു 23 ചെയ്യാൻ പാടായതുകൊണ്ട് A³ നമുക്ക് എങ്ങനെ എഴുതാം? 47.2 ഇൻറ്റു 10 റേസ് ടു -24 ഇങ്ങനെ ആക്കി എഴുതി. ഓക്കെ, ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. നമുക്ക് അവിടെ തീർന്നില്ല, ഇനി A കണ്ടുപിടിക്കണം. A കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഒന്നെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുക, അല്ലെങ്കിൽ x³ എന്ന് എടുക്കുക. 3 log x എന്നുള്ള ഫോമാറ്റിൽ ചെയ്തു വരിക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് A = വാല്യൂ കിട്ടും. A = ചെയ്ത് നോക്കണം നിങ്ങൾ. 3.61 ഇൻറ്റു 10 റേസ് ടു -8 എന്ന് കിട്ടും. 10 റേസ് ടു -8 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി R = നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? R = a/2 √2 ആയിരുന്നു ഇക്വേഷൻ. റേഡിയസ് A നമുക്കിപ്പോൾ കിട്ടിയത് എത്രയാണ്? കിട്ടിയേക്കുന്നത് 3.614. A കിട്ടിയേക്കുന്നത് 614 ഇൻറ്റു 10 റേസ് ടു -8 ആണ്. ഇത് സെൻറ്റിമീറ്ററിലാണ്. ഇതിനെ നമുക്ക് പൈക്കോമീറ്ററിലേക്കാകാം, കാരണം റേഡിയസ് എപ്പോഴും എത്രയിലാണ് വരുന്നത്? പൈക്കോമീറ്ററിലാണ് അല്ലേ? അപ്പോൾ ഇത് എത്ര വരും? 10 റേസ് ടു -10 ആവണമല്ലോ. അപ്പം 361.4 പൈക്കോമീറ്റർ. പൈക്കോമീറ്ററിലാക്കാൻ വേണ്ടി 2 സ്ഥാനവും കൂടെ 10 റേസ് ടു -8 പിന്നെ 2 സ്ഥാനവും കൂടെ മാറ്റണ്ടേ? അപ്പോൾ 361.4 ആയി. അപ്പോൾ റേഡിയസ് = ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 361.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √2ൻ്റെ വാല്യൂ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അത് √2 ഇട്ട് കൊടുത്താൽ മതി. അറിയാത്തവർക്ക് അല്ലെ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്യുന്നവർ, സെപ്പറേറ്റ് ചെയ്യുന്നവർ 1.414 എന്ന് വരും. സോ അപ്പം അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1.414. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി? ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 127.7 പൈക്കോമീറ്റർ. അപ്പോൾ നിങ്ങൾ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് D = ZM
ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഡെൻസിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു, അതായത് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ഇസഡ് ഉപയോഗിച്ച്, അതായത് ഇസഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു FCC, BCC അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബ്, ഇതിൽ ഏതാന്ന് കണ്ടുപിടിക്കുന്ന ടൈപ്പ്. എം എന്ന് പറഞ്ഞാൽ മാസ്, പിന്നെ അതുപോലെ തന്നെ എ എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാം, അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ ചോദിക്കാം. എയും എ ക്യൂബും ചോദിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. കൂടാതെ എയുമായി ബന്ധപ്പെടുത്തി എന്ത് കണ്ടുപിടിക്കാൻ പറയാം? റേഡിയസ് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ FCC, BCC ഓരോന്നിൻ്റെയും റേഡിയസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കണം, റേഡിയസ്. സോ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മുടെ ഡിഫറൻസ്, അതുപോലെ തന്നെ അതിൻ്റെ യൂസസ് നമ്മൾ പറഞ്ഞിരുന്നു, പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനൊക്കെ പഠിച്ചു, അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സോളിഡ്സിൽ മോളിക്കുലാർ, അയോണിക് എന്നൊക്കെ പഠിച്ചില്ലേ, അതിൽ ആരൊക്കെയാണ് കണ്ടക്ട് ചെയ്യുക, കുറച്ച് എക്സാമ്പിൾസ് തന്നെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി, BCCയുടെയും FCCയുടെ അത് നമ്മൾ പ്രത്യേകം പഠിച്ചു, എഴുതി പഠിച്ചിരുന്നു. ആ പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കണം. അവിടെ റേഡിയസിൻ്റെ ഇക്വേഷൻ 3 എണ്ണത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, BCC, FCC, സിമ്പിൾ ക്യൂബ്. അത് നിങ്ങൾ പ്രത്യേകം നോക്കണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. പിന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഓർത്തിരിക്കുക, BCCയിലും FCCയിലും സിമ്പിൾ ക്യൂബിൽ 2, 4, അതുപോലെ 1 പഠിച്ചു. അതുപോലെ എല്ലാ ഡിഫക്റ്റിനകത്തൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഡിഫക്ട്സ് അങ്ങനെ തന്നെ പഠിക്കുക. ഷോർട്ട് കീ, ഫ്രെങ്കൽ, അതുപോലെ ഇംപ്യൂരിറ്റി, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, ആനിയോൺ വേക്കൻസി, എഫ് സെൻറ്റർ, അതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ദെൻ റിലേഷൻ, ഒക്ടാഹെഡ്രൽ വോയിഡും ടെട്രാഹെഡ്രൽ വോയിഡും എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അവർ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രോബ്ലം വരുമ്പോൾ, അതായത് ഡിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്ന പ്രോബ്ലം വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുപോലെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, അതിനകത്ത് P ടൈപ്പും N ടൈപ്പും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ, ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അത് അറിഞ്ഞിരിക്കണം. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇത് എപ്പോഴും അതുപോലെ തന്നെ ചോദിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു മാഗ്നറ്റിസം മാറി മാറി ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ വളരെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ഈ പറയുന്ന ഭാഗത്തു നിന്ന് തന്നെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഡെൻസിറ്റിയുടെ പ്രോബ്ലവും ഡിഡക്ഷൻ ഓഫ് ഫോർമുല, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എൻ്റെ മാക്സിമം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി തന്നെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, പ്രയോജനപ്പെടുന്നു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ചാപ്റ്ററുമായി കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്